ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നില്ലേ? കാരണം തന്ത്രിക്കെതിരെ തെളിവിൻ്റെ കണിക പോലുമില്ല എന്നാണ് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൃത്യമായി അക്കമിട്ട നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നിരപരാധിയെയാണ് 41 ദിവസം ജയിലിൽ കിടത്തിയത്. ഇപ്പോൾ തന്ത്രിയുടെ പ്രതികരണം തന്നെ വന്നിട്ടുണ്ട്. സർക്കാർ രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയായിരുന്നു. അന്ന് യുവതീ പ്രവേശത്തെ എതിർത്തു എന്നതൊരു കാരണമാണ്. മാത്രമല്ല, സർക്കാർ ഇച്ഛിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ 24 മണിക്കൂറും ശബരിമല നട തുറന്നു വച്ചില്ല. ഇതെല്ലാം പ്രകോപനത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. മാത്രമല്ല, കോടതിയുടെ ആ വിധി പകർപ്പിലെ പരാമർശങ്ങൾ കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ അതുതന്നെയല്ലേ സംഭവിച്ചത്. ഒരു നിരപരാധിയെ രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. അങ്ങനെ വേണ്ട അനുമാനിക്കാൻ. തീർച്ചയായിട്ടും. കാരണം ഈ കേസിൻ്റെ തുടക്കത്തിൽ SIT വളരെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ അവിടെ SITയിലെ ശശിധരനും അവിടുത്തെ ADGPയും കൃത്യമായി അവിടെ മൊഴി കൊടുത്ത് അവിടെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഈ സന്ദർഭത്തിൽ തന്ത്രിയെ തൊട്ടോടുകൂടി ഞാൻ പതുക്കെ പിൻവാങ്ങി. കാരണം തന്ത്രിയുടെ അറസ്റ്റ് വേണമെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാവുമ്പോൾ നടത്താമായിരുന്നു. അത് വഴിവിട്ട് മാറി. അത് തീർച്ചയായിട്ടും സമ്മർദ്ദത്തിനും വിധേയമായി തന്നെയാണ് ആ അറസ്റ്റ് എന്ന് പറയേണ്ടി വരും. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിനെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. തന്ത്രി എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞു, തുടക്കത്തിൽ എനിക്ക് തോന്നുന്നത് ജനത്തിൽ തന്നെ പറഞ്ഞു വെച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തന്ത്രിയുടെ അറസ്റ്റോടുകൂടി അന്വേഷണം പാളി. കാരണം അത് സമ്മർദ്ദത്തിന് വിധേയമായെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശശിധരനുമൊക്കെ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. എങ്കിലും അവർക്ക് അന്വേഷണത്തിൽ പാളി സമ്മർദ്ദമേക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. 41 ദിവസം ആ പാവം അവിടെ ജയിലിൽ കിടന്നു. അതിനുശേഷം കോടതി തന്നെ പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട് ഒരു തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ജാമ്യം കൊടുത്തു. പക്ഷേ ഇനി അദ്ദേഹത്തിനെ ഈ കേസിനകത്ത് കുറ്റച്ചാർജിലെ ഒരു പ്രതിയാക്കി കൊണ്ടുവരാനും കഴിയില്ല. അന്നേരം എന്ത് ചെയ്യേണ്ടി വരും? അന്വേഷണം പാളിയില്ലേ? ആ റോങ്ഫുൾ കൺഫൈൻമെൻ്റ് അല്ലേ? 41 ദിവസം ആ പാവം ജയിലിൽ കിടന്നില്ലേ, റിമാൻഡിൽ കിടന്നില്ലേ? അത് റോങ്ഫുൾ കൺഫൈൻമെൻ്റാണ്. അതിനെതിരായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി വേണം. അതിനാണ് തന്ത്രി ഇനി ശ്രമിക്കേണ്ടത്. അതിനി കേസ് ഫയൽ ചെയ്യേണ്ടി വരും അതിനകത്ത്. കാരണം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയോളൂ. CBI വരുന്നതിന് നേരത്തെയൊക്കെ ഞാൻ എതിര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അത് പറ്റില്ല. CBIയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റട്ടെ. കാരണം അവർക്ക് ചില താല്പര്യങ്ങൾ ഇതിനകത്ത് വന്നു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടല്ലേ ഈ പാവത്തിനെ അറസ്റ്റ് ചെയ്ത്. എന്തിനാണ് അറസ്റ്റ്? എന്ത് ആവശ്യത്തിനാണ്? അദ്ദേഹത്തിന് ഏകദേശം 2,15,00,000 രൂപ എങ്ങാണ്ട് ഒരു ബാങ്കിൽ ഇട്ടിരുന്നു. അത് വേറെ ഭാര്യയുടെ പേരിൽ 60-65 ലക്ഷം ഒരു ബാങ്കിലുണ്ട്. സമ്മതിച്ചു 2-3 കോടി കണ്ണോട്ടെന്ന്. അദ്ദേഹത്തിന് ഈ ശബരിമലയിലെ ഈ സ്വർണം ഈ വിറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ഷെയർ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? കാരണം അതിൽ കൂടുതൽ വരുമാനമുള്ള മനുഷ്യനല്ലേ അത്. അദ്ദേഹത്തിന് ശബരിമലയിൽ നിന്ന് ഓട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ആൾക്കാർ കൊണ്ട് അങ്ങ് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ട് അർപ്പിക്കുക. അത് മാത്രമല്ല, ഈ കേസുമായി ബന്ധമില്ലാത്ത കിട്ടും അദ്ദേഹത്തിന്. അങ്ങനെ വരുന്ന പണത്തിന് ഒരു കണക്കും അദ്ദേഹത്തിന് ഇൻകം ടാക്സ് തൊണ്ടി മുതലാക്കിക്കൊണ്ട് എടുത്ത് പോവുകയും ചെയ്തു. അതിപ്പോൾ കോടതി കിടക്കുകയാണെന്ന് തോന്നുന്നു. വാജി വാഹനം തൊണ്ടി മുതലാണെന്ന രീതിയിൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അതുപോലും പരിശോധിക്കാതെയാണ് SIT ഇടപെട്ടത്. നോക്കൂ, അപ്പോൾ എത്ര ലാഘവത്തോടെയാണ് ഈ കേസിനെ സമീപിച്ചത് SIT. വാജി വാഹനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന, അദ്ദേഹത്തിന് അതിനകത്ത് കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വേണം ആ സ്വർണം അടിച്ചെടുക്കാമായിരുന്നല്ലോ. അതിനൊന്നും ഈ തന്ത്രി തയ്യാറായില്ലല്ലോ. ആ വാജിവാഹനം അദ്ദേഹത്തിന് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്താൽ അതൊരു തൊണ്ടിയുടെ ഭാഗമല്ലല്ലോ. കാരണം അദ്ദേഹം അത് അവരെ ഏൽപ്പിച്ചത് സൂക്ഷിച്ചെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലൊന്നും തന്ത്രിയെ ഇനി തൊടാനൊക്കില്ല. റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണ് 41 ദിവസം. അതിന് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കേസെടുക്കണം. കാരണം അത് കോടതി പോയാലൊന്നും അവരിനി രക്ഷപ്പെടാൻ പോകുന്നില്ല.
കാരണം റോങ്ഫുൾ കൺഫൈൻമെൻ്റ് എന്ന് ആ വിചാരണ കോടതി കൃത്യമായിട്ട് പറഞ്ഞു, ഒരു എവിഡൻസും ഇല്ലാതെ 41 ദിവസം ഇദ്ദേഹത്തിനെ ജയിലിലിട്ടു. അദ്ദേഹത്തിനോടുള്ള വൈരാഗ്യം ഗവൺമെൻറ്റിനുണ്ടെന്ന് ഇനി തുറന്നു പറയേണ്ടി വരും. കാരണം ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനൊരു ശ്രമം നടന്നു. അത് ഒരു ഘട്ടത്തിൽ ഈ തന്ത്രി പറഞ്ഞു, അവിടെ സ്ത്രീകളെ ബലം പ്രയോഗിച്ച് പോലീസ് പ്രവേശിപ്പിച്ച് കൊണ്ടുവന്നാൽ ഞാൻ നട അടച്ചിട്ട് പോകുമെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ശ്രീധരൻപിള്ള അദ്ദേഹം നേരത്തെ ഗവർണർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹം സംശയം എന്താ ചോദിച്ചിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യം പറയുകയും ചെയ്തു. നല്ല ഉപദേശം കൊടുക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അതോടുകൂടി ഒരു മനുഷ്യന് സപ്പോർട്ടില്ലായിരുന്ന ആ തന്ത്രിക്ക് ധൈര്യം വന്നു, തുറന്നു പറഞ്ഞു. അതവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാൻ കാരണം. അതൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ സശ്രദ്ധം വീക്ഷിക്കുന്നതാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അന്വേഷണം പാളിയെന്ന് ഉറപ്പായി. അതുവരെ ഞാൻ ഈ സംഘത്തിനെ വിശ്വസിച്ചിരുന്നു. ഇപ്പം ടോട്ടലി അവർക്ക് എതിരായി വന്നു. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാറണം, അല്ലെങ്കിൽ CBI വരട്ടെ. കാരണം നീതി ലഭിക്കില്ല. ഈ കേസിനകത്ത് കളിച്ചവരാരാണ്, ഈ മോഷ്ടിച്ചെടുത്ത പണങ്ങൾ എങ്ങോട്ട് പോയി എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനകത്ത് നക്കാപ്പിച്ച കുറച്ച് സ്വർണ്ണം ഇവിടുന്ന് റിക്കവർ ചെയ്യുമെന്ന് വിചാരിച്ച കാര്യം നടക്കില്ല. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സാധിക്കുമോ ഇല്ലെന്ന് സംശയമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അന്വേഷണം ഏതായാലും അടിയന്തരമായിട്ട് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സെഷൻസ് കോടതി അത് കൃത്യമായിട്ട് വിലയിരുത്തിയിരിക്കുന്നു. ഇദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു എവിഡൻസിൻ്റെ ഒരു കണി പോലും ഇല്ല എന്ന് പറഞ്ഞ് ഇനി എന്ത് ചെയ്യാൻ നോക്കും? അപ്പോൾ അദ്ദേഹത്തിന് ഈ കേസിനകത്ത് പ്രതിയാക്കാൻ നോക്കില്ല. അദ്ദേഹത്തിനെ റോങ്ഫുള്ളായിട്ട് കൺഫൈൻമെൻറ്റ് നടത്തിയതിന് സമാധാനം പറയണ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആണ് അദ്ദേഹത്തിന്. ഞാൻ ശശിധരൻ്റെ കാര്യം പറഞ്ഞാലും അവിടെ 2-3 DYSPമാരുണ്ട്. ആരാണ് ഈ മനുഷ്യനെ, ഈ പാവപ്പെട്ട ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്തത്? പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ശുദ്ധഗതിക്കാരനായ, അതുമാണ് ഞാൻ ഉദ്ദേശിച്ചത്, സാമ്പത്തികത്തിൻ്റെ കാര്യമല്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഏത് DYSP? അയാൾക്കെതിരായിട്ട് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി ഇനി കൊടുക്കാം. കൊടുത്തിട്ട് അവിടെ കേസെടുക്കാം. അവിടെ കേസെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജില്ലാ കോടതി പരാതി കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് കേസെടുത്തില്ല, നേരിട്ട് കോടതിയിൽ കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കും. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് കൃത്യമായിട്ട് നിലനിൽക്കുന്നതാണ് എൻ്റെ ധാരണ. ഓക്കെ, യെസ്. അപ്പോൾ തന്ത്രിക്കെതിരെ തെളിവ് ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞില്ല. തന്ത്രിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത് തെളിവുകളുടെ അഭാവത്തിലാണ്. 2 കേസുകളിലും തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെട്ടു. തന്ത്രി ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല. തന്ത്രിക്ക് ദേവസ്വം ബോർഡ് തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയില്ല. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്തം എന്ന വാദം കോടതി അംഗീകരിച്ചു.